പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭയുടെ ആത്മീയ യാത്രയിൽ പുതിയൊരു കാലത്തിലേക്ക്, ആത്മീയ പ്രാധാന്യമുള്ള വലിയൊരു പുണ്യത്തിൻ്റെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിലേക്ക് നമ്മൾ കടക്കുന്നു. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ധ്യാനിച്ച് നമ്മളെ തന്നെ നവീകരിക്കുന്ന ഈ കാലത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന ഈ അവസരത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ ഉപയോഗിക്കാൻ, നന്നായി ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. പുണ്യം പൂക്കുന്ന കാലമെന്നാണ് വലിയ നോമ്പിനെക്കുറിച്ച് പറയുന്നത്. ലോക ചിന്തയുടെയും ഭൗതിക ആഘോഷങ്ങളുടെയും ഒക്കെ ദിനങ്ങൾ അവസാനിപ്പിച്ച് നമ്മളെ തന്നെ ഇടുങ്ങിയ വാതിലിലൂടെ കടത്തിവിട്ട്, കുരിശിൻ്റെ വഴികളിലൂടെയും ധ്യാനങ്ങളിലൂടെയും കടത്തിവിട്ട് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതും ദൈവത്തിന് ചേർന്നതുമാക്കുന്ന കാലമാണ് നോമ്പുകാലം. ഇന്ന് ഈ നോമ്പിൻ്റെ 1-ാം ഞായറാഴ്ച തിരുസഭ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഏറെ പരിചിതവും അതുപോലെ ഏറെ ആത്മീയ ഉൾക്കാഴ്ചകളുള്ളതുമായ ഈ സുവിശേഷത്തിൽ നിന്ന് ചില ആത്മീയ വിചാരങ്ങൾ, പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യം, ആദി മാതാപിതാക്കൾക്ക് പറുദീസായിൽ വെച്ച്, ഏദേൻ തോട്ടത്തിൽ വെച്ച് ഉണ്ടായ പിശാചിൻ്റെ പരീക്ഷണമാണ്. ആദ്യ മാതാപിതാക്കൾ പിശാചിൻ്റെ പരീക്ഷയിൽ തോറ്റുപോയെങ്കിൽ അവർക്ക് അതൊരു തിന്മയായിരുന്നു, പ്രലോഭനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എങ്കിൽ, രണ്ടാമത്തെ ആദമായ ഈശോ ഇവിടെ പിശാചിൻ്റെ പരീക്ഷകളെ ജയിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പറുദീസായിലും ഈശോയുടെ അടുത്തും നമ്മുടെ മുമ്പിലുമൊക്കെ പ്രലോഭനങ്ങളുടെ രീതിയും സ്വഭാവവും ഏകദേശം ഒന്ന് തന്നെയാണ്, ഒരേ തലത്തിലുള്ളതാണ് എന്ന് നമ്മളിവിടെ കണ്ടെത്തുകയാണ്. ആദ്യത്തെ പരീക്ഷണം ശരീരത്തിൻ്റെ തലത്തിലാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രലോഭനം തരുന്നു. പറുദീസായിൽ ഹൗവയുടെ മുമ്പിൽ അതൊരു ആസ്വാദ്യകരമായ, കണ്ണിന് കൗതുകകരമായ ഒരു പഴം എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈശോയുടെ തലത്തിൽ വിശന്നപ്പോൾ കല്ല് അപ്പമാക്കാൻ പറഞ്ഞ് വീണ്ടും ഒരു ഭക്ഷണത്തിൻ്റെ തലത്തിലുള്ള പരീക്ഷണം. നമ്മുടെ ഈ കാലത്ത് എത്രയോ തരം ഭക്ഷണ പാനീയങ്ങളാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നതും അതുവഴി തിന്മയിലേക്ക് പോകാൻ ഇടയാകുന്നതും. ഒരുപക്ഷെ ഇതെല്ലാം അത്യാവശ്യമുള്ള, കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം, ഇത് ശാരീരിക ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ആ ഒരു കാര്യത്തിൻ്റെ മറവിലാണ് പിശാചിൻ്റെ പ്രലോഭനം. നമ്മുടെ മുമ്പിലായാലും, ആദ്യ മാതാപിതാക്കളുടെ അടുത്തായാലും, ഈശോയുടെ അടുത്തായാലും, ഈശോയ്ക്ക് വിശന്നിരുന്നപ്പോഴാണ് പിശാച് പ്രലോഭനവുമായി വരുന്നത്. ശാരീരികമായി ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണെങ്കിലും അത് ദൈവത്തെ മറക്കാനോ ദൈവത്തിൽ നിന്ന് അകലാനോ ദൈവത്തിനെതിരാകാനോ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ, ശാരീരികമായി അത്യാവശ്യമുള്ള ഒരു കാര്യമാണെങ്കിലും അതിലും വലുതാണ് ജീവനും ജീവിതവും ദൈവം തന്ന ശരീരവും എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരാത്മീയ വളർച്ചയിലേക്ക് നമ്മൾ കടക്കണമെന്നാണ് ഈശോ തൻ്റെ ആദ്യ പരീക്ഷണം വിജയിക്കുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ നോമ്പ് കാലത്ത് ഇതിൻ്റെ പ്രത്യേകതയായി വയ്ക്കുന്ന ഒരു പ്രധാന കാര്യം, ആഗ്രഹമുള്ള അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിന് ഇഷ്ടമുള്ളത് കൊടുത്ത് ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കാലമല്ല, മറിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ദൈവത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മൾ കൂടുതൽ വിലമതിക്കുന്ന കാലമാണ് എന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ നമ്മൾ മാറ്റിവെച്ച് ശരീരത്തേക്കാൾ പ്രാധാന്യം ദൈവത്തിനുണ്ട്, ആത്മീയതയ്ക്കും പ്രാർത്ഥനയ്ക്കുമുണ്ട് എന്ന് നമ്മളെ തന്നെ ഈ നോമ്പിലൂടെ, ഭക്ഷണപാനീയങ്ങളുടെ വർജ്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷണം മാനസിക തലത്തിലുള്ള പരീക്ഷണമായിരുന്നു. ഈശോയോട് പറഞ്ഞത്, നീ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ നിനക്ക് വലിയ പ്രശസ്തി കിട്ടും, എല്ലാവരും നിന്നെ അഭിനന്ദിക്കും,
നിൻ്റെ കഴിവ് തെളിയിക്കാൻ ഒരു പ്രലോഭനം പിശാച് ഈശോയുടെ മുമ്പിൽ വയ്ക്കുന്നതായി കാണുന്നു. ആദ്യ മാതാപിതാക്കൾക്ക് ഏദെൻ തോട്ടത്തിൽ പഴം തിന്ന ദൈവത്തിൻ്റെ വാക്കുകളെ വെല്ലുവിളിക്കുന്ന ഒരു മാനസിക ശക്തി തങ്ങൾക്കുണ്ട് എന്ന് സ്വയം കാണിച്ചു കൊടുക്കാൻ പിശാച് അവരെ പ്രലോഭിപ്പിക്കുന്നു. അവരാ പ്രലോഭനത്തിൽ വീഴുന്നു. നമ്മുടെ മുമ്പിലും പലപ്പോഴും മനസ്സിൻ്റെ തലത്തിലുള്ള പ്രലോഭനങ്ങളുമായി പിശാച് വരാറുണ്ട്. നമുക്ക് അധികാരം കിട്ടുന്ന, പ്രശസ്തി കിട്ടുന്ന, പേരും പെരുമയും കിട്ടുന്ന, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്ന കാര്യങ്ങളുടെ കെണികളിലേക്ക് വീഴാൻ പിശാച് നമ്മുടെ മുമ്പിലും ഈ കാലങ്ങളിൽ പ്രലോഭനങ്ങളുമായി വരാറുണ്ട്. മൂന്നാമത്തെ പ്രലോഭനം ആത്മീയ തലത്തിലുള്ള പ്രലോഭനമാണ്. ഏദെൻ തോട്ടത്തിൽ പഴം കഴിച്ച് കണ്ണു തുറന്ന് ദൈവത്തെ പോലെ ആകാനുള്ള ഒരാത്മീയ പ്രലോഭനമാണ് പിശാച് ആദ്യ മാതാപിതാക്കളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഈശോയുടെ അടുത്ത് വന്നപ്പോഴേക്കും പിശാചിനെ ആരാധിച്ചാൽ എല്ലാം, ഈ ലോകവും സമ്പത്തും എല്ലാം തരാമെന്നുള്ള വലിയൊരു പ്രലോഭനമാണ്. ഹൗവ അതിൽ വീണുപോയെന്നും ഈശോ അതിൽ വീണില്ല എന്ന് മാത്രമല്ല, മറ്റ് 2 പ്രലോഭനങ്ങളെക്കാൾ ശക്തമായി ദൈവവചനം ഉപയോഗിച്ച് അല്പം ഇഷ്ടക്കേടോടുകൂടി തന്നെ ഈശോയുടെ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പ്രലോഭനത്തിൽ ഈശോ പിശാചിനെ നേരിടുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഈ കാലത്ത് ആത്മീയ കാര്യങ്ങളിലെ പ്രലോഭനങ്ങൾ പല രീതിയിൽ വരുന്നു. വിശ്വാസ കാര്യങ്ങളിൽ നമുക്ക് നിലപാടില്ലാതെ പോവുക, ഉദാസീന മനോഭാവം കാണിക്കുക, വിശ്വാസ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാവുക, നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ടതില്ല എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, അത് പ്രധാനമല്ല, അതിലും പ്രധാനമായ മറ്റ് കാര്യങ്ങളും മറ്റുള്ളവരെ ഒരുപക്ഷെ സഹായിക്കുന്നതാണ്, ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത്, വലുത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ ഈ കാലത്ത് നമ്മുടെ മുമ്പിലും വരാറുണ്ട്. വിശ്വാസ കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ നമുക്കും പ്രലോഭനമുണ്ട്. പ്രലോഭനങ്ങൾ എല്ലാ കാലത്തും ഈ 3 തലങ്ങളിലാണ്: ശരീരത്തിൻ്റെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ തലത്തിൽ. ഈ വലിയ നോമ്പുകാലം നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനും ഈ തലങ്ങളിൽ നമുക്ക് വീഴ്ചകൾ പറ്റുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്തി ശരീരത്തിന് അർഹിക്കുന്ന പ്രാധാന്യവും വിലയും ബഹുമതിയും കൊടുക്കുമ്പോഴും അത് ദൈവത്തിന് മുകളിലായി പോകാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാവാനും മനസ്സിൻ്റെ തലങ്ങളെ വിജയിക്കാനുള്ള ആത്മീയ ശക്തി നേടാനും അതുപോലെ ദൈവത്തെ മാറ്റിവെച്ച് ദൈവത്തിന് പകരമാകുന്ന മറ്റൊന്നിനെയും ആരാധിക്കാനോ വലുതായി കാണാതെ ഇരിക്കാനുമുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെയും സ്വയം തിരുത്തലിൻ്റെയും കാലമാണ് ഈ വലിയ നോമ്പ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഈശോയുടെ ഈ മരുഭൂമിയിലെ പരീക്ഷ മറ്റു ചില പ്രധാന കാര്യങ്ങളും കൂടി നമ്മുടെ മുമ്പിലേക്ക് പ്രധാന ചിന്തകളായി കൊണ്ടുവരുന്നു. ഒന്നാമത്, എല്ലാവർക്കും തിന്മയുടെ പ്രലോഭനങ്ങളുണ്ട്. ആർക്കും അതിൽ നിന്ന് ഒഴിവില്ല. ഈശോയ്ക്ക് പോലും പ്രലോഭകനായി പിശാചടുത്ത് വന്നു എന്ന് നമ്മൾ കാണുന്നു. രണ്ടാമത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ ആകർഷകമായി വരുന്ന നന്മയെന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങൾ പിശാചിൻ്റെ കെണികളാണോ എന്നറിയണമെങ്കിൽ ദൈവിക ചൈതന്യം നമുക്ക് കൂടിയേ തീരും. ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങിയ ആത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്ന ഈശോയ്ക്ക് പിശാച് വളരെ നല്ല കാര്യങ്ങളായി അവതരിപ്പിച്ചത് അത് മധുരം പുരട്ടിയ വിഷങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയാനുള്ള ആത്മബോധം, ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നു. നമുക്കുണ്ടാവേണ്ട ഒരു വലിയ ബോധ്യവും അതുതന്നെയാണ്. അസ്വാഭാവിക ആഹ്ലാദങ്ങൾ, നേട്ടങ്ങൾ, സന്തോഷങ്ങൾ അതൊക്കെ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമുക്ക് കിട്ടുമ്പോൾ അത് ദൈവികമാകണമെന്നില്ല. ചില അവസരങ്ങളിൽ അത് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ പിശാചിൻ്റെ കെണികളാവാം. അങ്ങനെയുള്ളവ കിട്ടുമ്പോൾ വീണ്ടും വിചാരത്തോടെ അതിനെ സമീപിക്കണമെന്നും ദൈവ ചിന്തയോടെ മാത്രം അതിനെ നേരിടണമെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്, ബലഹീനമായിരുന്ന അവസരങ്ങളിലാണ് പിശാചിൻ്റെ പരീക്ഷണങ്ങൾ വരുന്നത്. ഈശോയ്ക്ക് വിശന്ന് ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവന് വിശന്നു. ആ വിശപ്പിൻ്റെ അവസരത്തിൽ ഈശോയുടെ ബലഹീനത മുതലെടുക്കാൻ തയ്യാറായാണ് പിശാച് പ്രലോഭനവുമായി വരുന്നത്. ഹൗവായും ഒരു തരത്തിൽ ബലഹീനയായിരുന്നു. കാരണം ഹൗവായ്ക്ക് കൂട്ടായിട്ട് ആദം ഉണ്ടായിരുന്നു. പക്ഷെ ആദം കൂടെ ഇല്ലാതിരുന്ന സമയത്താണ്, ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് ഹൗവായുടെ മുമ്പിൽ പ്രലോഭനം വരുന്നത്. മനുഷ്യനും ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു.
അതൊരു ഇണയെ ചേർത്ത് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ജീവിത പ്രലോഭനങ്ങളിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും അതിൽ വീഴാതിരിക്കാനും മനുഷ്യനും ഏകനാകാതിരിക്കേണ്ടതുണ്ട്. എപ്പോഴും ഒരു തുണയുടെ കാര്യത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഉണ്ടാവണം. അതോടൊപ്പം ദൈവം കൂട്ടുചേർത്തവരും നല്ല അർത്ഥത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രസംഗിക്കാൻ അയക്കുമ്പോൾ 2 പേരെ വീതം അയക്കുന്നത്. ഒരാൾക്ക് ഒരു പ്രലോഭനത്തിൽ വീണ് തെറ്റിപ്പോകാൻ ഒരു സാഹചര്യം വന്നാലും കൂടെയുള്ളയാൾ അതിനെ തിരുത്തി ആ ദൈവികമായ കാര്യങ്ങളിലേക്ക് വീണ്ടും ഇയാളെ കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മൾ ബലഹീനനായി പോകാതെ, ദൈവം കൂടെ ഇല്ലാത്ത അവസ്ഥയിൽ വന്നുപെട്ടു പോകാതെ, ദൈവം തന്നവരെ കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന മൗഢ്യത്തിൽപ്പെടാതെ ദൈവത്തോടു കൂടെ ആയിരിക്കാനും പ്രിയപ്പെട്ടവരോടുകൂടെ ആയിരുന്നു ഈ ആത്മീയ കാലം കൂടുതൽ ശക്തിയുള്ളതാക്കി മാറ്റണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. 4മതൊരു പ്രധാന ചിന്ത ഈശോ പറയുന്നത്, എത്ര ആകർഷകമായി തോന്നിയാലും ദൈവത്തിന് ചേരാത്തതാണ് ചില കാര്യങ്ങൾ നമ്മളെ തേടി വരുന്നതെങ്കിൽ അതിനോട് നോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള ആത്മബലം ഉണ്ടാവണം. അത് ചിലപ്പോൾ അപ്രതീക്ഷിത ധനമായിരിക്കാം, പ്രശസ്തിയായിരിക്കാം, സൗകര്യങ്ങളും സമ്പത്തും ജീവിത സുഖങ്ങളും നിലവാരങ്ങളും ഒക്കെ ആയിരിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് ചേരാത്തതാണെങ്കിൽ അല്ലെങ്കിൽ ധാർമ്മികമല്ലാത്തതാണെങ്കിൽ അതിനോട് വേണ്ട എന്ന് പറയാനുള്ള ആത്മബലം ഈശോയെ പോലെ നമുക്കും ഉണ്ടാവണം. അവസാനമായി തിരുവചനം ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന ചിന്ത ഇതാണ്. ഈശോ പ്രലോഭനങ്ങളെല്ലാം ജയിച്ചു കഴിഞ്ഞപ്പോൾ തിരുവചനം പറയുന്നു, പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച നിശ്ചിത കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി. അത് പൂർണ്ണമായ ഒരു പോകലായിരുന്നില്ല, നിശ്ചിത കാലത്തേക്ക് മാത്രമാണ്. നമ്മൾ നോമ്പുകാലത്ത് നന്നായി ജീവിക്കുകയും ആത്മാവിനെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ട് നോമ്പുകാലം കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ പാപത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. നിരന്തരമായ ഒരു ജാഗ്രത ആത്മീയ ജീവിതത്തിൽ പുലർത്തിയില്ലെങ്കിൽ പിശാച് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. തിരുവചനം പറയുന്നല്ലോ, ഒരു അശുദ്ധാത്മാവ് ഒരാളിൽ നിന്ന് ഒരു കാലത്തേക്ക് പോയാൽ അയാൾ പുറത്തു പോയി ആ തിന്മ തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ആ മനുഷ്യനിൽ വീണ്ടും പ്രവേശിക്കാനും അങ്ങനെ അവൻ്റെ അവസ്ഥ കൂടുതൽ മോശമാകാനും സാധ്യതയുണ്ട്. ഒരിക്കൽ പിശാചിനെ നമ്മൾ ഈ ആത്മീയ നിഷ്ഠയുടെ പ്രാധാന്യത്തിൻ്റെ ഈ കാലത്ത് പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ത്യാഗങ്ങളിലൂടെ, പുണ്യപ്രവർത്തനങ്ങളിലൂടെ പുറത്താക്കുന്ന ഈ പിശാച് നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് മാറി നിൽക്കുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. എപ്പോൾ അവൻ നമ്മളെ പരീക്ഷിക്കാൻ അടുത്തു വന്നാലും നിതാന്ത ആത്മീയ ജാഗ്രതയിൽ അവനെ എന്നും അകറ്റി നിർത്താനുള്ള വലിയ ഒരു പരിശീലനവും ആത്മബലവും കൂടി നേടുന്ന കാലമാകട്ടെ ഈ 50 നോമ്പിൻ്റെ അവസരമെന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നടന്നെടുക്കാനും നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ കുരിശു മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ തീവ്രതയോടെ ചേർത്ത് വെക്കുവാനും ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.